പിള്ളേരെ രണ്ടിനെയും കളിക്കാൻ വേണ്ടിയിട്ട് നേരെ വൈകിട്ടത്തേക്കുള്ള പരിപാടിയിലേക്കായിട്ട് വന്ന് അവിൽ നനയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നത് വൈകിട്ട് നനച്ച് കഴിക്കാം ചായയോടെ. പക്ഷേ എന്തോ എനിക്ക് മടി കാരണമെന്ന് തോന്നുന്നു ഞാനിതുവരെ എടുത്തില്ല. ഇന്ന് രാത്രിയിലേക്ക് ഡിന്നറിന് അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതിനകത്ത് തേങ്ങയും ശർക്കര ഇട്ടിട്ടാണ്. തേങ്ങ പണ്ട് തൊട്ടേ എടുക്കുമ്പോഴും അമ്മ തിരുകുമ്പോഴും പോയി കഴിക്കുന്ന ശീലമുണ്ട് കേട്ടോ. തേങ്ങ തിരികെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തേങ്ങനെ പൂളി കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം കേട്ടോ. അത് കുറച്ച് ശർക്കരയും കൂടെ ആണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ പിന്നെ അവിൽ നനയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ടാട്ടം. ഞാൻ ഒരുപാട് പേര് പാനിൽ ശർക്കരയൊക്കെ ഉരുക്കി തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൈ കൊണ്ട് തിരുമ്മി അവിൽ നനയ്ക്കുന്ന അത്ര ടേസ്റ്റ് ഒന്നിലും വരത്തില്ല കേട്ടോ. കൈ പക്ഷേ വൃത്തിയായിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നനച്ചിട്ട് കൈയൊക്കെ കഴുകി ഇനി ഒരു അടപ്പൊക്കെ വെച്ച് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അവിൽ പെട്ടെന്ന് നനച്ച് കഴിക്കാൻ പറ്റത്തില്ല. കൈ കൊണ്ട് നനയ്ക്കുന്നതായതുകൊണ്ട് കുറച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂറൊക്കെ മതി കേട്ടോ. ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്ത ശർക്കരയും കാര്യങ്ങളൊക്കെ കൈയോടെ പറക്കി വെക്കും കേട്ടോ. എനിക്കാണെങ്കിൽ എടുത്ത സാധനങ്ങൾ അപ്പം പറക്കി വെച്ചില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനക്കേടാം. പിന്നെ ഈ ഒരു പാൻ എടുക്കുന്നുണ്ട്. ഒരു ചെറിയ പാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ മൂപ്പിച്ചിടുവാണെങ്കിൽ നല്ലതല്ലേ. പക്ഷേ എൻ്റെ അതൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു. ഈ ഒരു നെയ്യ് ഉണ്ടല്ലോ, ഞാൻ ലുലുവിൽ ഇടയ്ക്ക് ഓഫർ വന്നപ്പോൾ മേടിച്ചു. ഏകദേശം ഒരു 2 മാസം ആവുന്നു കേട്ടോ. പക്ഷേ എനിക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്നാൽ നെയ്യുടെ യൂസ് അത്യാവശ്യം വീട്ടിലുണ്ട് കേട്ടോ. അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ച് കുറേ കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഇത് തൊലി ഇല്ലാത്ത കപ്പലണ്ടി ഞാൻ മേടിച്ച് വെക്കുന്നത് കേട്ടോ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും എടുത്ത് കുറച്ച് മൂപ്പിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ ഇവിടെ ഏട്ടന് ഒരുപാട് മൂപ്പിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് ഞാൻ ഇതാക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ നനച്ചു വെച്ച അവിലുണ്ടല്ലോ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് ഈ ഒരു പീനട്ടും കൂടെ തട്ടിയും കിടാം കേട്ടോ. ഇനി ക്യാഷ്യൂവോ നമ്മുടെ മുന്തിരിങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടെ വറുത്തിടുന്നുണ്ട്. നെയ്ക്കകത്ത് തന്നെ കേട്ടോ ഞാൻ അതും ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കുന്നത്. കാരണം ചൂടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കൈ എടുത്തില്ല. ഒരു തവി വെച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മുടെ വീണ്ടും അടപ്പ് വെച്ച് അടച്ചു വെക്കുക കേട്ടോ. കുറച്ച് നെയ്യും കൂടെ ഇഷ്ടമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്യാം. പിന്നെ ആ എടുത്ത നെയ്യും എള്ളും കാര്യങ്ങളൊക്കെ ഞാൻ കൈയോടെ പറക്കി വെക്കുക. ഈ എല്ലാം കഴിഞ്ഞിട്ട് പറക്കി വെക്കുന്നതിനേയും കാട്ടി നമ്മൾ എടുക്കുന്ന സാധനം അപ്പം വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷം കേട്ടോ നമ്മുടെ കിച്ചൺ കാണുമ്പോഴത്തെ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എടുത്ത സ്പൂണുകൾ, അതെല്ലാം ഞാൻ പറക്കി കഴുകുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കിപ്പോൾ സിങ്ക് നിറച്ചിടുന്നത് ഇഷ്ടമേ ഇല്ല. എടുക്കുക, ഒരു പാത്രം എടുത്താലും അത് അപ്പം കഴുകുക, അപ്പം എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൽ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമുക്ക് തന്നെ തോന്നും കേട്ടോ. പിന്നെ ഞാൻ ഈ ജനലൊക്കെ അടയ്ക്കുന്നത് വെച്ചാൽ ഇവിടെ പൂച്ചയുണ്ട്. കയറത്തൊന്നുമില്ല, എന്നാലും ഒരു പേടി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെ നോക്കാനായിട്ട് പോകട്ടോ. രണ്ടിനെയും കൂടെ ഞാൻ പുറത്ത് കളിക്കാൻ നിർത്തിയിട്ടായിരുന്നു വന്നത്. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേന് ഒരാൾ TV കാണുന്ന, ഒരാൾ എന്തൊക്കെയോ വെച്ച് കളിക്കുമായിരുന്നു. പിന്നെ വീണ്ടും കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വാ നമുക്ക് പോവാം, ഇനി പഠിക്കാനുള്ള ടൈമായിട്ടോ. ഇവിടെ സ്റ്റഡി ടൈമൊക്കെ ഉണ്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ വിളിച്ച് കയറ്റുവാണ്, കളിച്ചതൊക്കെ മതി, ഇനി നമുക്ക് പോയി പഠിക്കാമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മാർച്ച് ആവാറായി. മാർച്ച് എന്ന് കേൾക്കുമ്പോഴേ പണ്ടേ പേടിയാട്ടോ. കാരണം എക്സാം ടൈമാണ്. അപ്പം ഇവർക്ക് ഇപ്പം സ്കൂളിലെ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നപ്പോഴത്തേന് എനിക്കാണ് അവനേക്കാട്ടി ടെൻഷൻ. ഇതൊക്കെ ഞാൻ എപ്പോൾ പഠിപ്പിച്ച് തീർക്കുമെന്നും. അപ്പം പോർഷൻസൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സിയാനോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി ടൈം ഉള്ള കാര്യം. അങ്ങനെ ആ സമയത്ത് പഠിക്കാനൊക്കെ വന്നിരിക്കും കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് മിണ്ടാതിരുന്നാൽ ഞാൻ കുറച്ചുകൂടെ കളിക്കും. അങ്ങനെ വന്നിരുന്നിട്ട് പോർഷൻസൊക്കെ ഞാൻ നോക്കുക കേട്ടോ. സ്പെല്ലിംഗ് ഇല്ല, അത് ഫുള്ള് ആ ഒരു പോയം ഫുള്ള് ഉണ്ടേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ GKയുടെ പോർഷൻസ് ഫോണിൽ നോക്കിയിട്ടാണ് ടീച്ചർ ഇട്ടതെല്ലാം ഡിവൈഡ് ചെയ്ത് എത്ര ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടെന്ന് നോക്കുന്നത് കേട്ടോ. ഇവർക്ക് ഫസ്റ്റ് എക്സാം വരുന്നത് GKയും കമ്പ്യൂട്ടറും ഒക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് തീർത്ത് വെക്കുവാണെങ്കിൽ പിന്നെ ഒന്ന് റിവൈസ് ചെയ്ത് എടുത്താൽ മതിയല്ലോ. കാരണം എനിക്ക് എന്താ പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം കൂടെ കിടന്ന് ഓടിച്ചിട്ട് പഠിക്കുക. പക്ഷെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഈ സമയം കൊണ്ട് തന്നെ ഏട്ടൻ വന്നപ്പോഴത്തേന് ഏട്ടന് ഫുഡ് കൊടുത്തു. പിന്നെ എനിക്ക് കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് പാവലിൻ്റെ കൂടെ പഴം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ എനിക്കും പിള്ളേർക്കും കൂടെ ഞാൻ കുറച്ച് പഴവും അവരും ഇതെനിക്കുള്ളതാട്ടോ. ഞാൻ അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ചെറിയ ബ്രേക്കൊക്കെ വരുമ്പോഴാട്ടോ ഞാൻ ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പം ഞാനും കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും പഠിപ്പിക്കാനൊക്കെ പോവാം. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.